അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇത് പുലർച്ചെ സമയമാണ്. ഞാൻ എണീറ്റ് കഴിഞ്ഞു, പല്ലിച്ചിട്ടൊന്നുമില്ല, ഒന്നും ചെയ്തല്ല. അപ്പോൾ പക്ഷേ ഞാൻ കുക്കിംഗ് ചെയ്യാൻ പോവാണ്. ഒന്ന് മുഖം കഴുകി ഇതൊക്കെ കഴിഞ്ഞ് കുക്കിംഗ് ചെയ്യണം. ഒരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഞങ്ങളൊന്ന് കറങ്ങാനായിട്ട് പോവാണ്. കറങ്ങാനെന്ന് പറഞ്ഞാൽ ഒരു കുറേ നാൾക്ക് ശേഷം ഒരു ട്രിപ്പ് ഈ അടുത്തൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥലം വരെ പോവാണ്. ചേട്ടനൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിലേക്കുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് ചായയും ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കണം ഏട്ടനുള്ളത്. അപ്പോൾ അതുണ്ടാക്കട്ടെ ഏട്ടാ. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പിലേക്കാണ് പോണത്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ വേഗം ചായക്കുള്ള വെള്ളം അടപ്പത്തോട്ട് വെച്ചിട്ട് ഇനി അതൊക്കെ റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇഞ്ചി ഉണ്ടായിരുന്നില്ല അവിടെ. ഇഞ്ചി എടുത്ത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കാണ്. പിന്നെ അതൊന്ന് കഴുകി ഒന്ന് ചതച്ചിട്ട് എന്നിട്ട് ചായയിലേക്ക് ഇട്ട് വെച്ചു. അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയുടെ വെള്ളം തിളച്ച് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് തൂവി കൊടുത്തിട്ട് ഓരോ തട്ടായിട്ട് പാത്രം നമ്മൾ അടുപ്പത്തോട്ട് കയറ്റിയിട്ടാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് എന്തായാലും വേണമല്ലോ ഇഡ്ഡലി വേവാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഫാസ്റ്റായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പാത്രങ്ങൾ ഇങ്ങനെ നിറയുമ്പോഴും നമുക്ക് അത് നിറഞ്ഞുല്ലോ സമാധാനമായി. അപ്പോൾ അത് മൂടിയില്ല. അപ്പോൾ മൂടി എടുക്കാൻ പോയി മൂടി എടുത്തുകൊണ്ട് വന്ന് അത് മൂടി വെച്ചു കൂട്ടാം. എന്നിട്ട് ഇതാ വീണ്ടും പഴം എടുത്തുകൊണ്ട് വന്നു. പഴം പുഴുങ്ങിയിട്ട് വെക്കാന്ന് വിചാരിച്ചു. പഴം പുഴുങ്ങിയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇഡ്ഡലിക്കുള്ളത് വെച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ ആ കുളിക്കലൊക്കെ ഇത് കഴിഞ്ഞിട്ട് കുളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ കുളിക്കും, സമയമായി. അപ്പൊ ഞാൻ എന്താ പഴം ഒരു 2 കഷ്ണം അങ്ങോട്ട് പുഴുങ്ങി വയ്ക്കാം. ചായ തിളക്കുമ്പോൾ ഇതങ്ങോട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചായ ഫസ്റ്റാണ് ഞങ്ങൾക്ക്. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്ര നല്ല പഴമല്ല തോന്നുന്നുണ്ട് ചേട്ടാ. അത്രയ്ക്ക് നല്ല പഴമൊന്നല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്നലെ കഴുകിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ പാത്രങ്ങളൊക്കെ. അവിടെ കൊണ്ടുപോയി വെക്കാം. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ആവശ്യമില്ലല്ലോ. ചായയുടെ വെള്ളം തിളച്ചു. അപ്പോൾ നമുക്ക് വേഗം കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ചായപാത്രം ഇറക്കി വയ്ക്കാം.
ഇത് നമുക്ക് അത് നമ്മുടെ പഴം കയറ്റി വയ്ക്കാം. പഴത്തിനൊരു 2-5 മിനിറ്റ് വേണ്ടേ പഴം വേണം. തിളച്ചു പഴം തിളച്ച ഉടനെ തന്നെ ചായ തിളച്ച ഉടനെ തന്നെ പഴം കയറ്റിയിരിക്കാം. ഈ ചായലക്കുട്ടൻ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുമല്ലോ, അപ്പൊ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് പോക്കോളും. അപ്പൊ നമുക്ക് അരിപ്പയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഇനി അരിപ്പിയും കഴുകാൻ നിൽക്കണം. അതൊക്കെ പാടാ. ചായ ഇഞ്ചിയുടെ കഷ്ണം ഞാൻ സാധാരണ ചായയിലിട്ടിട്ട് കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അത് കഴിക്കും. അപ്പൊ നമുക്ക് ഇഡ്ഡലി ഇറക്കി വെക്കാം. ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം തെളിച്ച് ഇങ്ങനെ റെഡിയാക്കി വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാനേ പറ്റുള്ളൂ. ഇനി ഇപ്പോഴും തന്നെ ഇതായിട്ടുണ്ട്. നമ്മുടെ പഴം പുഴുങ്ങിയതും റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ചീനിച്ചട്ടി വെക്കണം. അവിടെ തീർന്നു കൊടുക്കട്ടെ. അതൊക്കെ ഒത്തിരി പേടിയുള്ള കാര്യം. എനിക്ക് നമുക്കിനി അടപ്പത്തേക്ക് വെക്കാം. ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചു കേട്ടോ. വെള്ളം അങ്ങോട്ട് തെളിച്ച് വെച്ച് കഴിഞ്ഞാലേ പിന്നെ ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ. നാളികേരം അരച്ചു, ചട്നിക്കുള്ള നാളികേരം അരച്ചു കൊണ്ടെന്ന് വെച്ചു ഞാൻ. അതിൻ്റെ ഇടയില് എണ്ണ കഴിഞ്ഞു. വേറെ വാങ്ങിച്ചിട്ടുണ്ട്. കൈയൊന്നും തുടയ്ക്കാനായിട്ടുള്ള ഇതൊന്നും എടുത്തില്ല ഞാൻ. വെള്ളം കൂടി കൊണ്ട് ഒഴിച്ച് സെറ്റാക്കാം. നല്ല എരിവുണ്ട്. കാന്താരിമുളകാണല്ലോ.
ഇഡ്ഡലി സെറ്റായിട്ടുണ്ട്. ഇഡ്ഡലി മുടി വയ്ക്കാം. ഇഡ്ഡലി മുടി പാത്രം, ഇഡ്ഡലി ചെമ്മിന്റെ പാത്രം, അതായത് ഇഡ്ഡലി പാത്രം എന്നോട് കഴുകാൻ പറയാമെന്ന് വിചാരിച്ചു ഞാനേ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് പോവാം. വേഗം കുളിക്കാൻ പോണം എനിക്ക്. അതുകൊണ്ടാ. പിന്നെ അത് കഴുകാൻ നിൽക്കുമ്പോ കുറച്ച് സമയം പിടിക്കൂലോ. അവരെ അജിന്ത്യ പ്രിസ ഫാമിലി വീഡിയോ സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ. ഞാൻ പോയി കുളിക്കട്ടെ, കുളിച്ച് റെഡി ആവട്ടെ. പിന്നെ ഇനിയുള്ള വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ആവട്ടെ കേട്ടോ. ടാറ്റ ബൈ ബൈ. അജിന്ത്യ പ്രിസ ഫാമിലി വീഡിയോ സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.